പ്രിയരെ, നമുക്ക് പുളിയും മുളകും നല്ല അടിപൊളിയൊരു മീൻ കറി ഉണ്ടാകാം. ഒരു വെറൈറ്റി ആയിട്ട് അതിനകത്ത് വേറെ ഐറ്റംസ് ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിലൊരു മീൻ കറി. അതിനായിട്ട് ഒരു 5-6 വെളുത്തുള്ളി, 1.5 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, 3 ചെറിയ നല്ല തക്കാളി പഴുത്തത്, ഒരു വലിയ സവാള. അതിനെ കൊച്ചായിട്ട് എല്ലാത്തിനും അരിഞ്ഞു വെക്കുക. എന്നിട്ടൊരു ചട്ടി എടുത്ത് അതിനെ നല്ലപോലെ ചൂടാക്കി ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച്, കടുകൊക്കെ നല്ലപോലെ പൊട്ടുമ്പോഴത്തേന് 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ ഉലുവയിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ച് ഒരു 3-4 വറ്റലുള്ളത് ഇട്ട് അത് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചേക്കണം, മുളക് കരിയരുത്. എന്നിട്ട് കൊച്ചായിട്ട് അരിഞ്ഞിട്ടേക്കുന്ന സവാള, കൊച്ചുള്ളി ചേർത്താൽ ബെസ്റ്റാണ്, സവാള ചേർത്താലും ഒട്ടും കുറവൊന്നുമില്ല. ഇതിനെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലിട്ട് നല്ലപോലെ വഴറ്റി, കരിയത്തില്ല എന്നാലും അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം. എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് മാറ്റിക്കൊണ്ട് കൊച്ചായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കൂട്ടി ആവിയിൽ ഇതിനെ വേവിക്കണം. ഇതിനെ വറുത്ത് ഫ്രൈ ഒന്നും ആക്കണ്ട, അതൊന്ന് വെന്താൽ മതി. അതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ അത് വെന്താകുമ്പോഴത്തേന് സൈഡിൽ ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് ചെറിയ കളറൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേന് താണ്ട ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രൈ ഒന്നും ആക്കണ്ട, വേവിച്ചാൽ മതി. വെന്തതിന് ശേഷം കറിവേപ്പിലയിട്ട് നല്ലപോലെ ഇളക്കി, നമ്മൾ ആ തക്കാളിയെ നേരത്തെ മിക്സിയിൽ കൊച്ചായിട്ട് അരിഞ്ഞിട്ട് അതിനെ മിക്സിയിൽ നല്ലപോലെ അടിച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇതിനെയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. ഈ തക്കാളിയുടെ ഒരു പച്ച മണം വരാൻ പാടില്ല, അതങ്ങ് മാറണം. കളർഫുള്ളാവും, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവരും മുന്നേ വല്ലപ്പോഴുമൊക്കെ ഒന്ന് കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി, ഇത് നമ്മൾ ഇളക്കാതെ തന്നെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറ്റുന്ന രീതിയിൽ ആവിയിലാണ് ഇതിൻ്റെ പച്ചമണം മാറേണ്ടത്. 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളകും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് ഇതിനെ നീരാവിയിൽ ആ മുളകിൻ്റെ മണമൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അതിനെ ഇളക്കി കരിക്കുന്നില്ല. ഇനി അത് ഏകദേശം നീരാവിയിൽ അത് ഏകദേശം മുളകൊക്കെ അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കിയെടുത്ത് ഒരു 3 കഷ്ണം പുളിയിട്ട് ഒരു 1.5-2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ നല്ലപോലെ തിളപ്പിക്കാം. വേണമെങ്കിൽ ഇപ്പം അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം, ഇല്ലെങ്കിൽ മീനൊക്കെ തിളച്ചതിന് ശേഷം വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേന് നമ്മുടെ മീനെ ഇടണം. ഇത് ഏകദേശം നല്ലപോലെ തിളച്ച് ഒന്ന് കുറുവിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ട് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ട് പച്ചമുളക് ഇട്ട് ഒരു 2 അയില 4ആയിട്ട് കട്ട് ചെയ്ത അയിലയാണ്. അതിൻ്റെ മുട്ടയൊന്നും കളയാതെ തന്നെ അയിലയും കൂടെ അങ്ങോട്ടിട്ട്, നല്ല അയില ഫ്രഷ് മീനായിരുന്നു. അതിനെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് തിളപ്പിക്കാം. ചെറിയ തിളച്ച് വരുന്നുണ്ട്, വീണ്ടും അടച്ച് വെക്കാം. ഇനി തിളക്കട്ടെ. പിന്നെ എൻ്റെ പ്രിയരെ, ചാനൽ നിങ്ങൾ പറയും പോലെ കാണുന്നുണ്ടെങ്കിൽ നല്ലപോലെ വീഡിയോസ് ഫുള്ള് കാണണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, മറക്കരുത്. മീൻ നല്ലപോലെ തിളച്ച് ഒരു 10-15 മിനിറ്റ് തിളച്ച് വെന്തിട്ടുണ്ട്. ഫുൾ തീയിലൊന്നുമില്ല, മീഡിയം. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ഇടിച്ച് പൊടിച്ച് വെച്ചതാണ്. ഉലുവ പൊടിച്ച് വെച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് 3-4 കറിവേപ്പില ഇടാം. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർ ഒഴിച്ചാൽ മതി. ഓൾറെഡി വെളിച്ചെണ്ണ അതിനകത്ത് തെളിയുന്നുണ്ട്. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. അടഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് 3-4 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് ഇനി നമുക്കൊരു 2-3 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. പിന്നെ മറക്കരുത്, ഞാൻ വീണ്ടും പറയാം, എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം.